കോൺഗ്രസിനെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നേതാക്കൾ സമ്പാദിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ്. ഭീകരവാദം തടയുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും വിമർശനം. കഴിഞ്ഞ 25 വർഷമായി തനിക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നില്ല എന്നും ജാർഖണ്ഡിലെ പലാമുവിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. याद करिए कांग्रेस के समय क्या हाल था। यहां बम फूटते थे, आतंकवादी गोलियां चलाते थे, निर्दोषों को मौत के घाट उतारते थे और दिल्ली की सरकार पाकिस्तान को लव लेटर भेजती थी। लव लेटर अमन की आस लगाती थी, अमन की आस। ആർ അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഈ കോൺഗ്രസ് വിമർശനം തുടരുന്നതല്ലാതെ ബി.ജെ.പിയെയും ഇന്ത്യയും പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും മോദി പ്രതികരിച്ചോ? വേണു, ഏറ്റവും ശ്രദ്ധേയം എന്തെന്നാൽ ഇന്ത്യ മുന്നണിയല്ല, മറിച്ച് കോൺഗ്രസിനെ തന്നെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത്. അത് ജാർഖണ്ഡിലാണെങ്കിലും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചരണ റാലികളിലാണെങ്കിലും തന്നെയും കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നും അത് തന്നെയാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. അതായത് ഭീകരവാദം തടയുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ഈ ഭീകരവാദങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ നടന്ന സമയങ്ങളിൽ കോൺഗ്രസ് പാകിസ്ഥാനിൽ ഈ ഒരു പ്രേമലേഖനങ്ങൾ ആണ് അയച്ചത് എന്നുള്ള തരത്തിൽ പരിഹാസ രൂപേണയുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. കൂടാതെ തന്നെ 2014 ഈ വോട്ടർമാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വോട്ട് കൊണ്ടാണ് കോൺഗ്രസിന്റെ അഴിമതി സർക്കാരിനെ നീക്കം ചെയ്യാൻ കഴിഞ്ഞതെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കോൺഗ്രസ് നേതാക്കൾ സമ്പാദിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിമർശനമാണ് മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ നിങ്ങളുടെ ഓരോ വോട്ടിന്റെ മൂല്യം അത് നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങൾ രാജ്യത്തുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ഈ ജാർഖണ്ഡിലെ പലാമുവിലെ റാലിയിൽ പറയുകയുണ്ട്. എന്തായാലും കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.